ദളിത് വൽക്കരണം ഇത്രയധികം വാർത്തയാവുന്ന ഈ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് 1960കളുടെ ആദ്യ പകുതിയിൽ പി കേശവദേവ് എഴുതിയ ഓടയിൽ നിന്ന് എന്ന നോവലിനെ പുനർവായിച്ചാൽ എങ്ങനെയിരിക്കും? ദളിതരായ മനുഷ്യരുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ, നിർധനരായ മനുഷ്യരുടെ ജീവിത കഥകൾ അക്കാലത്ത് മാധ്യമങ്ങൾക്ക് ആവശ്യമേ ഇല്ലായിരുന്നു. എന്നാൽ മലയാളത്തിൽ അനുഗ്രഹീതരായ എഴുത്തുകാർ സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയവേദന ഏറ്റുവാങ്ങി അവരുടെ പേനത്തുമ്പിലൂടെ പുനഃസൃഷ്ടിച്ചു, അല്ലെങ്കിൽ പുനഃസമർപ്പണം ചെയ്തു. ആ ജീവിതങ്ങൾ നമ്മുടെ സാഹിത്യത്തെ അനുഗ്രഹീതമാക്കി. മലയാള സാഹിത്യം ഇന്ത്യൻ സാഹിത്യത്തോളം ഉയർന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇക്കാലത്താണ് KS സേതുമാധവനെ പോലെയുള്ള പ്രശസ്തരായ ചലച്ചിത്രകാരന്മാർ മലയാളത്തിലെ ഈടുറ്റ സാഹിത്യകൃതികൾ സിനിമയാക്കാൻ തുടങ്ങിയത്. KS സേതുമാധവൻ്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയുടെ കഥയാണ് ഇന്ന് തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. സത്യനും പ്രേംനസീറുമൊക്കെ നിറഞ്ഞു നിന്ന ആ സിനിമയുടെ കഥ, അവിചാരിതമായ മുഹൂർത്തങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഓടയിൽ നിന്ന്. എല്ലാ പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോ വരും? അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോ വരും? അനുഗ്രഹീതനായ നടൻ മാത്രമായിരുന്നില്ല സത്യമാഷ്, മികച്ചൊരു സാഹിത്യ ആസ്വാദകൻ കൂടിയായിരുന്നു അദ്ദേഹം. അക്കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയിരുന്ന ഒട്ടുമിക്ക നോവലുകളും അദ്ദേഹം വായിച്ചു തീർത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വായിച്ച നോവലാണ് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് വായിച്ചു തീർത്ത ഉടനെ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ തിരുവനന്തപുരത്തുകാരൻ എഴുത്തുകാരനായ G. വിവേകാനന്ദന് ഒരു കത്തെഴുതി. വിവേകാനന്ദ മാഷേ, എനിക്ക് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് നോവൽ ഒരുപാട് ഇഷ്ടമായി. അതെനിക്കൊരു ചലച്ചിത്രമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിലെ പപ്പു എന്ന കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. താങ്കൾ പി കേശവദേവനോട് സംസാരിക്കാമോ എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. പി കേശവദേവനെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിയില്ലെങ്കിലും പഴയ തലമുറയ്ക്ക് നന്നായി അറിയാം. വളരെ ധിക്കാരിയായ ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ കൊള്ളരുതായ്മകളോട് ദയാദാക്ഷിണ്യമില്ലാതെ പ്രതികരിച്ച എഴുത്തുകാരൻ. എഴുത്തിൽ മാത്രമല്ല, സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ അദ്ദേഹം സമൂഹത്തോട് എന്നും പിണങ്ങിക്കൊണ്ടേയിരുന്നു. G. വിവേകാനന്ദൻ തൻ്റെ പ്രിയപ്പെട്ട പി കേശവദേവനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, തനിക്ക് സത്യമാഷിൻ്റെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, ആ കത്തിൻ്റെ ഉള്ളടക്കം ഇതാണെന്ന്. പി കേശവദേവ് ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും G. വിവേകാനന്ദൻ വിളിച്ചു. അപ്പോഴും പി കേശവദേവന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഓടയിൽ നിന്ന് എന്ന നോവൽ അദ്ദേഹം എഴുതുന്നത് വളരെ പെയിൻ എടുത്താണ്. അതിലെ പപ്പു എന്ന കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വന്തം മനസ്സാക്ഷിയിൽ നിന്നാണ്. തൻ്റെ പ്രതീകമാണ് പപ്പു എന്നാണ് പി കേശവദേവ് വിശ്വസിച്ചിരുന്നത്. അങ്ങനൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആളാണ് സത്യൻ. സത്യനോളം പോന്ന പപ്പുവിനെ അവതരിപ്പിക്കാൻ മറ്റൊരാളില്ല. പക്ഷേ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഓടയിൽ നിന്ന് ഒരു സിനിമയാക്കുമ്പോൾ അതെങ്ങനെയിരിക്കും? താൻ എഴുതിയ വാക്കുകൾ എങ്ങനെയായിരിക്കും സിനിമയിൽ പ്രതിഫലിക്കുക? ഇത്യാദി ആശങ്കകൾ കേശവദേവിൻ്റെ മനസ്സിനെ വന്നു മൂടി. അപ്പോൾ G. വിവേകാനന്ദൻ പറഞ്ഞു, ഏതായാലും ദേവ് വിഷമിക്കേണ്ട. സത്യൻ ഇപ്പോൾ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലുണ്ട്. നമ്മളൊന്ന് ചെന്നാൽ അദ്ദേഹത്തിന് സന്തോഷമാവും. നമുക്ക് രണ്ടുപേർക്കുമായി നാളെ ഉദയ സ്റ്റുഡിയോ വരെ പോകാമോ എന്ന് ചോദിച്ചു. കേശവദേവ് സമ്മതിച്ചു. നാളെ ഉദയ സ്റ്റുഡിയോയിൽ പോകാം. പി കേശവദേവും G. വിവേകാനന്ദനും ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ സത്യൻ്റെ മുറിയിലെത്തുമ്പോൾ അവിടെ രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു. പ്രശസ്ത സംവിധായകനായ KS സേതുമാധവനും പ്രശസ്ത നിർമ്മാതാവായ P. രാമസ്വാമിയും. P. രാമസ്വാമിയുടെ രണ്ട് ബന്ധുക്കൾ MP ആനന്ദും P. തങ്കരാജും ചേർന്ന് ഒരു ബാനർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, തിരുമുരുകൻ പിക്ചേഴ്സ്. രാമസ്വാമി, തങ്കരാജ്, ആനന്ദ് എന്നിവർ നിർമ്മാതാക്കളായി ഒരു സിനിമ ചെയ്യണം. ആദ്യത്തെ സിനിമ സേതുമാധവനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാനാണ് തീരുമാനം. സേതുമാധവൻ്റെ സ്ഥിരം നായകനായ സത്യൻ തന്നെ തങ്ങളുടെ ആദ്യ ചിത്രത്തിൽ അഭിനയിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോഴാണ് കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിനെക്കുറിച്ച് സത്യൻ ഇവരോട് സംസാരിക്കുന്നത്. തീർച്ചയായും ഓടയിൽ നിന്ന് സിനിമയാക്കാമെന്ന് സേതുമാധവൻ പറഞ്ഞു. കാരണം സേതുമാധവൻ വായിച്ചിട്ടുള്ള നോവലുകളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രചനയാണ് ഓടയിൽ നിന്ന്. പി കേശവദേവിത മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഒരു സംഭ്രമം സത്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം സത്യൻ പി കേശവദേവിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരോടും വഴങ്ങാത്ത സ്വഭാവക്കാരനാണെന്നറിയാം. തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് സത്യൻ കേശവദേവനോട് പറഞ്ഞപ്പോൾ കേശവദേവൻ്റെ ആദ്യത്തെ ഡിമാൻഡ് ഇതായിരുന്നു,
ചലച്ചിത്രമാക്കാനൊക്കെ ഞാൻ ഓടയിൽ നിന്ന് തരാം, പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതും. നിങ്ങൾ എന്ത് പറയുന്നു? സത്യൻ സേതുമാധവൻ്റെ മുഖത്തേക്ക് നോക്കി. സേതുമാധവൻ അതിന് സമ്മതമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു, അങ്ങ് തന്നെ ഈ നോവലിന് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതണം, ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല എന്ന്. കേശവദേവന് സമാധാനമായി. കാരണം താൻ ഉണ്ടാക്കിയെടുത്ത പപ്പു എന്ന റിക്ഷാക്കാരന് ഒരു പരിക്കുമേൽക്കാതെ ഒരു കഥാപാത്രമാക്കണമെങ്കിൽ അത് താൻ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം. തനിക്ക് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാമോ ഇല്ലയോ എന്നതൊന്നുമല്ല വിഷയം. തൻ്റെ കഥാപാത്രത്തിന് യാതൊന്നും സംഭവിക്കരുത്. കാരണം പപ്പു ഉണ്ടായത് കേശവദേവിൻ്റെ ഹൃദയത്തിൽ നിന്നായിരുന്നു. 1940-കളിൽ കൊല്ലം ചിന്നക്കടയിലായിരുന്നു പി കേശവദേവ് താമസിച്ചിരുന്നത്. ടി.കെ. ദിവാകരനെ പോലുള്ള അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകരായിരുന്നു അക്കാലത്ത് പി കേശവദേവ്. എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ. ടി.കെ. ദിവാകരൻ ഒരു ദിവസം മുറിയിലേക്ക് വരുമ്പോൾ കേശവദേവ് പൂർണ്ണമായി ആ ദിവസം പട്ടിണി കിടക്കുകയായിരുന്നു. കേശവദേവിനെയും വിളിച്ച് ടി.കെ. ദിവാകരൻ സമീപത്തൊരു ഹോട്ടലിലേക്ക് പോയി. അവരിരുവരും ഭക്ഷണം കഴിച്ചു. തിരികെ വരുമ്പോൾ അതാ അരണ്ട വെളിച്ചത്തിലൊരു സൈക്കിൾ റിക്ഷാക്കാരൻ. ഈ സൈക്കിൾ റിക്ഷാക്കാരനെ മുമ്പും പി കേശവദേവ് കണ്ടിട്ടുണ്ട്. അന്ന് അയാൾ തടിച്ചു കൊഴുത്ത ഒരാളായിരുന്നു. ഇപ്പോഴിതാ ഉണങ്ങി കമ്പ് പോലെയായിരിക്കുന്നു. എന്തോ പെട്ടെന്നൊരു തോന്നലുണ്ടായതുപോലെ ടി.കെ. ദിവാകരനോട് കേശവദേവ് പറഞ്ഞു, ദിവാകരൻ, നമുക്ക് നാളെ കാണാം, എനിക്കല്പം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് മടങ്ങി. ടി.കെ. ദിവാകരന് മനസ്സിലായി കേശവദേവിൻ്റെ മനസ്സിലേക്ക് ഏതോ ഒരു കഥാതന്തു പിറന്നു വീണമെന്ന്. കേശവദേവ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയിരുന്ന് എഴുത്തു തുടങ്ങി. ഈ എഴുത്താണ് പിൽക്കാലത്ത് ഓടയിൽ നിന്ന് എന്ന നോവലായി മാറിയത്. അതായത് ടി.കെ. ദിവാകരനോടൊപ്പമുള്ള ആ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു യാത്രയിൽ കണ്ട ഒരു സൈക്കിൾ റിക്ഷാക്കാരനിൽ നിന്നാണ് ഓടയിൽ നിന്നെന്ന മഹത്തായ നോവൽ മലയാളത്തിൽ പിറവികൊണ്ടത്. ഓടയിൽ നിന്നിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ജന്മിയുടെ മകനെന്നോ അടിയാൻ്റെ മകനെന്നോ വേർതിരിവില്ലാത്ത ഒരു കാലത്തെയാണ് സൈക്കിൾ റിക്ഷാക്കാരൻ പപ്പു പ്രതിനിധീകരിച്ചിരുന്നത്. അയാൾ എഴുത്തുകാരനായ കേശവദേവിനെ പോലെ സമൂഹത്തോട് വല്ലാതെ അങ്ങ് പ്രതികരിച്ചിരുന്നു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അതിശക്തമായാണ് അയാൾ പ്രതികരിച്ചിരുന്നത്. അതിൻ്റെ ഫലമായി അയാൾ ജയിലിലാക്കപ്പെടുന്നു ചെയ്യാത്ത കുറ്റത്തിന്. പിന്നീട് അയാൾ ഒരു നഗരത്തിലെത്തിച്ചേരുകയും ജയിൽവാസത്തിന് ശേഷം ആ നഗരത്തിൽ അയാൾക്ക് ഓടിക്കാനായി ഒരു സൈക്കിൾ റിക്ഷ കിട്ടി. ആ സൈക്കിൾ റിക്ഷയുമായി ഓടിച്ച് ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം ലക്ഷ്മി എന്ന പേരായ ഒരു പെൺകുട്ടി അയാളുടെ റിക്ഷയിലേക്ക് കയറി മറിഞ്ഞു വീഴുന്നു. അവളുടെ കയ്യിലിരുന്ന അരിയും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടു. വല്ലാത്ത വിഷമിച്ചു പോയി ആ സൈക്കിൾ റിക്ഷക്കാരൻ. അയാൾ ലക്ഷ്മിയെയും അവളുടെ അമ്മയെയും അവരുടെ ജീവിതം അയാൾ ഏറ്റെടുക്കുകയാണ്. ആ ജീവിതം പുഷ്ടിപ്പെട്ടു. ലക്ഷ്മി നന്നായി പഠിച്ചു, BA കാരിയായി. അപ്പോൾ അവൾക്ക് മറ്റൊരാളുമായി പ്രണയം തോന്നി. നഗരത്തിലെ ധനാഢ്യനായ ഗോപി എന്ന ചെറുപ്പക്കാരനുമായി. ഈ ഗോപി എന്ന ചെറുപ്പക്കാരനെയാണ് പിൽക്കാലത്ത് സിനിമയിൽ പ്രേം നസീർ അവതരിപ്പിച്ചത്. ആ ഗോപിയുമായുള്ള പ്രണയം അങ്ങനെ പൂത്ത് കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ തൻ്റെ അമ്മാവനാണ് സൈക്കിൾ റിക്ഷാക്കാരൻ പപ്പു എന്ന് പറയാൻ പോലും ആ പെൺകുട്ടി മടിച്ചു. അപ്പോഴേക്കും പപ്പുവിന് ക്ഷയം ബാധിച്ച് ചുമച്ചു കുരച്ച് മരിക്കുന്ന ഒരവസ്ഥയിലായി തീർന്നിരുന്നു. പക്ഷേ അയാൾ ലക്ഷ്മിയുടെ ജീവിതത്തെ കണ്ട് സന്തോഷിച്ചു. ലക്ഷ്മി രക്ഷപ്പെട്ടല്ലോ എന്നായിരുന്നു അയാളുടെ ചിന്ത മുഴുവൻ. പിന്നീട് ലക്ഷ്മി വന്ന് പപ്പുവിൻ്റെ മുമ്പിൽ മാപ്പിരക്കുകയാണ്. താൻ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പപ്പു പൊറുക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അവളുടെ കണ്ണുനീരിന് മുമ്പിൽ പപ്പു വികാരധീരനായി. ഗോപി എന്ന ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാനുള്ള അവളുടെ തീരുമാനത്തിന് അയാൾ എല്ലാ ആശീർവാദവും നൽകി. ഒടുവിൽ വിവാഹശേഷം തന്നോടൊപ്പം പപ്പുവും അമ്മ കല്യാണിയും വരണമെന്ന ലക്ഷ്മിയുടെ ആവശ്യത്തിന് മുമ്പിൽ മാത്രം അയാൾ വഴങ്ങിയില്ല. അതിനയാൾ തയ്യാറായിരുന്നില്ല. ധനാഢ്യരായ ഒരു പറ്റം ആളുകളുടെ മുമ്പിലേക്ക് തീരെ സാധാരണക്കാരനായ താൻ ചെന്നു ചേരുന്നതിലുള്ള വിഷമം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ പപ്പു ആരോരും അറിയാതെ ഒരു രാത്രി ആ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. കൊല്ലത്തെ അലൈഡ് ഏജൻസി എന്ന സ്ഥാപനമാണ് ഈ പുസ്തകം ഓടയിൽ നിന്ന് അച്ചടിച്ചത്. 1950കളുടെ തുടക്കത്തിലായിരുന്നു ഇത്. സീതാലക്ഷ്മി എന്ന 16-കാരി 55 വയസ്സുകാരനായ കേശവദേവിനെ പ്രണയിക്കാൻ കാരണമായതും ഓടയിൽ നിന്ന നോവലാണ്. ഇവർ ഒടുവിൽ വിവാഹിതരായി. ഇവരുടെ മകനാണ് പ്രശസ്ത ഡോക്ടറായ ജ്യോതിദേവ് കേശവദേവ്. 1964 അവസാന പാദത്തിലാണ് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് സിനിമയായത്. KS സേതുമാധവനും രാമസ്വാമിയും കേരളത്തിലേക്ക് വന്ന് പി കേശവദേവിന് അഡ്വാൻസ് കൈമാറുകയായിരുന്നു. ഒപ്പം ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്തു. മദിരാശിയിലായിരുന്നു സ്ക്രിപ്റ്റ് എഴുത്ത്. വയലാർ രാമവർമ്മ പി കേശവദേവിനോടൊപ്പം
ആ 2 ആഴ്ചക്കാലം സ്ക്രിപ്റ്റ് എഴുതിയ 2 ആഴ്ചക്കാലം ഒപ്പമുണ്ടായിരുന്നു. വയലാറിൻ്റെ ഏറ്റവും മികച്ച വരികൾ നിറഞ്ഞ സിനിമയായിരുന്നു ഓടയിൽ നിന്ന്. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ പോയപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും തുടങ്ങിയ പ്രശസ്തമായ ഗാനങ്ങൾ ഈ സിനിമയിലേതാണ്. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങാൻ നേരം പി കേശവദേവിൻ്റെ കയ്യിൽ KS സേതുമാധവൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു നീല കാഞ്ചീപുരം സാരി. ഈ നീല കാഞ്ചീപുരം സാരി സീതാലക്ഷ്മി ദേവിന് വേണ്ടിയുള്ളതായിരുന്നു. അത് KS സേതുമാധവൻ്റെ സംഭാവനയായിരുന്നു. സത്യൻ, പ്രേംനസീർ, SP പിള്ള, തിക്കുറിശി, കലൈക്കൽ കുമാരൻ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും ഈ സിനിമയിൽ അണിനിരന്നു. മറ്റൊരു രസകരമായ സംഭവം കൂടി ഈ സിനിമയിലുണ്ട്. നമ്മുടെ പ്രശസ്ത താരമായ സുരേഷ് ഗോപി ഈ ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. കൊല്ലത്തുകാരനായ ഗോപിനാഥ പിള്ളയോട് KS സേതുമാധവൻ തനിക്ക് തടിച്ചു കൊഴുത്ത് വെളുത്ത ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ജന്മിയുടെ മകനായി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ്. ഗോപിനാഥൻ നായരുടെ മനസ്സിൽ അങ്ങനെ ഒരു കുട്ടിയെ പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സേതുമാധവനോട് പറഞ്ഞു, വെളുത്ത് തടിച്ച് കൊഴുത്തൊരു കുട്ടിയൊന്നും നമുക്ക് കിട്ടത്തില്ല, പക്ഷേ എൻ്റെ മകനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, അഭിനയം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ പറയുന്നത് പോലെ രൂപമാണ് അവൻ്റേതെന്ന്. അങ്ങനെ സുരേഷിനെ സെറ്റിലേക്ക് വിളിപ്പിക്കുകയാണ്. സുരേഷിനെ കണ്ട KS സേതുമാധവന് സംതൃപ്തിയായി. വെളുത്ത് നല്ല തടിച്ചു കൊഴുത്ത മനോഹരമായ മുഖമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ യുവാവിനെ അദ്ദേഹം ജന്മിയുടെ മകനായി ഓടയിൽ നിന്ന് സിനിമയിൽ അവതരിപ്പിക്കുകയാണ്. ഇതാണ് പിൽക്കാലത്ത് സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറായി മാറിയ നടൻ. ബേബി പത്മിനി എന്നൊരു ബാലതാരം കൂടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ കുട്ടി പത്മിനി എന്ന പേരിൽ തമിഴിലും തെലുങ്കിലുമൊക്കെ പിന്നീട് പ്രശസ്തയായ നടിയായി മാറി. 1965 മാർച്ച് 5 തിരുമേനി പിക്ചേഴ്സ് ഓടയിൽ നിന്ന് എന്ന സിനിമ പുറത്തിറക്കുന്നത്. സിനിമ കണ്ടിറങ്ങിയ കേശവദേവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സീതാലക്ഷ്മി ദേവിനോട് പറഞ്ഞ ഒരു വാചകം വളരെ പ്രശസ്തമാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അത്രയും കേട്ടാൽ മതിയായിരുന്നു KS സേതുമാധവന്. കാരണം അത്രയധികം ടെൻഷനോടുകൂടിയാണ് KS സേതുമാധവൻ ഈ സിനിമ പൂർത്തിയാക്കിയത്. കാരണം ഓടയിൽ നിന്ന് എന്ന സിനിമ മോശമായാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും KS സേതുമാധവനിൽ കേശവദേവ് ആരോപിക്കുമായിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സിനിമ വലിയ വിജയമാവുകയും ചെയ്തു. സത്യൻ്റെ പപ്പു, പ്രേംനസീറിൻ്റെ ഗോപി, അങ്ങനെ മലയാളത്തിന് മറക്കാനാവാത്ത ഒരുപടി കഥാപാത്രങ്ങൾ ഓടയിൽ നിന്ന് എന്ന സിനിമ സമ്മാനിച്ചു. ഓടയിൽ നിന്ന് എന്ന സിനിമയുടെ തിരക്കഥയുടെ കഥ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നതുവരെ നമസ്കാരം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും? അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോൾ വരും? അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ